ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ധ്യാനചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 27-ാം വാക്യം. വാക്ക് അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. ആ പാവപ്പെട്ട കൃഷിക്കാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. അയാൾക്ക് ഒട്ടും സ്വസ്ഥത കിട്ടുന്നില്ല. ഒരിടത്ത് ഒതുങ്ങിക്കഴിയാനാണ് അയാൾക്കിഷ്ടം. പക്ഷേ കഴിഞ്ഞുകൂടേണ്ടി വന്നത് ബഹളക്കാരായ 4 ചങ്ങാതിമാർക്കൊപ്പവും. അവരെല്ലാവരും കൂടെ ഒരു ചെറിയ മുറിയിൽ താമസിക്കുകയാണ്. അടുക്കും ചിട്ടയും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അവരോടൊത്തുള്ള സഹവാസം കഠിനമായിരുന്നു. പോരാത്തതിന് മുറിയുടെ തൊട്ടപ്പുറത്തായി അലഞ്ഞു തിരിയുന്ന 5-6 പട്ടികളും സദാ ബഹളക്കാരായ കുറേ കോഴിക്കുഞ്ഞുങ്ങളും താറാവും കുഞ്ഞുങ്ങളും കഴിഞ്ഞിരുന്നു. പാവം കൃഷിക്കാരന് ഒരിടത്തിരുന്ന് ശാന്തമായി ധ്യാനിക്കാൻ പോലും ആവുന്നില്ല. ഈ ശബ്ദശല്യം സഹിക്കവയ്യാതായപ്പോൾ അയാൾ ഒരു പ്രതിവിധിക്കായി ദൂരദേശത്തേക്കുള്ള ഒരു ഗുരുവിൻ്റെ അടുക്കേക്ക് ചെന്നു. എല്ലാം ക്ഷമയോടെ കേട്ട ശേഷം ഗുരു പറഞ്ഞു, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. അയാൾ ശ്രദ്ധാപൂർവം നിന്നു. ഗുരു ഉപദേശിച്ചു, താങ്കൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് ചെല്ലുക. എന്നിട്ട് പുറത്ത് ശല്യക്കാരായി കഴിയുന്ന പട്ടികളെയും കോഴികളെയും താറാവുകളെയും താങ്കൾ താമസിക്കുന്ന മുറിയിൽ കഴിയാൻ അനുവദിക്കണം. ഒരാഴ്ച അവരവിടെ കഴിയട്ടെ. നിങ്ങളുടെ ബഹളപ്രകൃതരായ ചങ്ങാതിമാരും ആ മുറിയിൽ തന്നെ കഴിഞ്ഞോട്ടെ. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നിവിടം വരെ വരൂ. ഗുരു പറഞ്ഞത് കേട്ട് കൃഷിക്കാരൻ ഒന്ന് അന്താളിച്ചു. എന്നാലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പൊരുൾ കാണും എന്ന് അയാൾ വിശ്വസിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ ഗുരുവിൻ്റെ പക്കൽ മടങ്ങി വന്നു. ആദ്യത്തേതിലും കഷ്ടമായിരുന്നു അയാളുടെ നില. മുടിയൊക്കെ പാറിപ്പറന്ന്, ഉടുപ്പൊക്കെ കീറിപ്പറിഞ്ഞ്, ഉറക്കമില്ലാതെ, കണ്ണൊക്കെ ചുവന്ന് വീർത്ത്, മേലാസകലം ചാണകം നാറി വല്ലാത്തൊരവസ്ഥയിൽ അയാൾ നിന്നു. കരഞ്ഞുകൊണ്ടാണ് ഗുരുവിനോട് അയാൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഒരു വിധത്തിലും ആ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊപ്പം എനിക്ക് കഴിയാൻ വയ്യ. ഇതുപോലൊരു ദുരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഗുരു പറഞ്ഞു, വിഷമിക്കേണ്ട, എല്ലാം നേരെയായി വരും. താങ്കൾ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക. എന്നിട്ട് മുറിയിൽ പാർപ്പിച്ചിരിക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയും പുറത്താക്കുക. മുൻപ് അവർ കഴിഞ്ഞിടത്തു തന്നെ കഴിയട്ടെ. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി ഇവിടം വരെ വരണം. പറഞ്ഞതുപോലെ അയാൾ അനുസരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗുരുസന്നിധിയിലെത്തി. ഇത്തവണ പ്രശാന്തമായിരുന്നു അയാളുടെ മുഖം, കണ്ണുകളിൽ വലിയ തിളക്കം. അയാൾ സന്തോഷത്തോടെ പറഞ്ഞു, ഗുരു, ഇത്രയും സമാധാനം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഞാനും എൻ്റെ 4 ചങ്ങാതിമാരും മാത്രം, ഒരൊറ്റ ജന്തുവും മുറിയിലില്ല. ഞങ്ങൾ സ്വസ്ഥമായി ഉറങ്ങി. നല്ലതുപോലെ ധ്യാനിക്കാനും എനിക്ക് കഴിഞ്ഞു. എല്ലാം അറിയുന്ന ഒരു പുഞ്ചിരിയായിരുന്നു ഗുരുവിൻ്റെ മറുപടി. വർഷങ്ങൾ കഴിഞ്ഞു. കൃഷിക്കാരൻ ഇന്ന് ഒരു ഗുരുവാണ്. അദ്ദേഹത്തോട് ശിഷ്യർ ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് അന്ന് സമാധാനം കണ്ടെത്തിയത്? അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, അതൊരു വല്ലാത്ത അനുഭവമാണ്. നിങ്ങൾ വീട്ടിനകത്ത് കയറാൻ കോണി എടുത്തു വെച്ച് തട്ടിൻ പുറത്ത് കയറി ജനൽ ചില്ല് ഉടച്ച് അതുവഴി ഞെരുങ്ങി ഇറങ്ങി കയറി അകത്ത് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു വീടിൻ്റെ മുൻവാതിൽ തന്നെ തുറന്നു കിടക്കുകയാണെന്ന്. നിങ്ങളാകെ ചെയ്യേണ്ടിയിരുന്നത് മുൻവാതിലിൽ പതുക്കെ ഒന്ന് തള്ളുക മാത്രമായിരുന്നു. തുറന്നു വരുന്ന ആ വാതിലിലൂടെ സുഗമമായി അകത്ത് കയറുകയായിരുന്നു. പ്രിയമുള്ളവരെ, ആടുകളുടെ വാതിലാകുന്ന യേശുവിലൂടെ നാം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. ഇന്ന് അനേകർ സമാധാനമില്ലാതെ മറ്റ് ദൈവങ്ങളുടെ പുറകെ പോകുന്നതായിട്ടുള്ള പ്രവണതയാണ് നാം കാണുന്നത്. എന്നാൽ ഈ ലോകത്തിൽ മറ്റാർക്കും നൽകുവാൻ സാധിക്കാത്തതായ നിത്യമായ സമാധാനം നൽകുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കൂ. ആ കർത്താവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിത്യമായ ശാന്തിയും സമാധാനവും നമുക്ക് സ്വന്തമാക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ തിരക്കിട്ട ജീവിത യാത്രയിൽ ഞങ്ങൾ അനുഭവിക്കുന്നതായ എല്ലാവിധമായ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ യഥാർത്ഥമായ ശാന്തിയും സമാധാനവും അവിടെ നിന്നും കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഈ ലോകപ്രകാരമുള്ള ശാന്തിക്കോ സമാധാനത്തിനോ പിറകെ പോകാതെ നിത്യമായ സമാധാനം നൽകുവാൻ കഴിവുള്ള യഹോവയിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.